അംബേദ്കർ വിഷയത്തിലെ കോൺഗ്രസ് പ്രതിഷേധത്തിൽ മറുപടിയുമായി അമിത്ഷാ തന്റെ വാക്കുകൾ കോൺഗ്രസ് വളച്ചൊടിച്ചെന്നും അസത്യം പ്രചരിപ്പിക്കുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു. കോൺഗ്രസ് അംബേദ്കർ വിരുദ്ധ പാർട്ടിയാണെന്നും ഭരണഘടനാ വിരുദ്ധ പാർട്ടിയാണെന്നും അമിത്ഷാ പറഞ്ഞു. वो तय हो गया कि कांग्रेस पार्टी अंबेडकर जी विरोधी पार्टी है, कांग्रेस पार्टी आरक्षण विरोधी पार्टी है, कांग्रेस पार्टी संविधान विरोधी पार्टी है। कांग्रेस पार्टी ने सावरकर जी का भी अपमान किया। कांग्रेस पार्टी ने आपातकाल डालकर संविधान के सारे मूल्यों की धज्जियां उड़ा दी। नारी सम्मान को भी सालों तक दरकिनार किया। न्यायपालिका का हमेशा अपमान किया। सेना के शहीदों का अपमान किया और भारत की भूमि तक को संविधान तोड़कर विदेशी देशों को देने की हिमाकत कांग्रेस पार्टी के शासन में हुई. പാർലമെന്റിലെ ഭരണഘടനാ ചർച്ചയിൽ മറുപടി പറയുമ്പോൾ അംബേദ്കർ എന്ന് പറയുന്നത് കോൺഗ്രസിന് ഫാഷനായി മാറിയെന്നും ഇത്രയും തവണ ദൈവനാമം ചൊല്ലിയിരുന്നെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പോകാമെന്നായിരുന്നു പാർലമെന്റിൽ അമിത്ഷായുടെ ഇന്നലത്തെ പരാമർശം. मान्यवर अभी एक फैशन होगा है अंबेडकर 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 अंबेडकर. इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. तो अच्छी बात है ना. सुनिए तो सुनिए ना, आप सुनिए ना, मैं बताता हूं. വിശദാംശങ്ങളുമായി ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും പാർലമെന്റിൽ അംബേദ്കർ വിഷയം വലിയ തരത്തിൽ ചർച്ചയാവുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ പറഞ്ഞ ആ ഒരു പരാമർശത്തെ ഇന്ന് അമിത്ഷാ ഏത് രീതിയിലാണ് പ്രതിരോധിച്ചത്? കോൺഗ്രസിനെതിരെ അതൊരു ആരോപണമായി, ആയുധമായി അമിത്ഷാ എങ്ങനെയാണ് ഉപയോഗിച്ചത്? സംഗീത, ഇന്ന് BJP ആസ്ഥാനത്ത് പ്രത്യേകം വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് അമിത്ഷാ പ്രതിരോധമുയർത്തിയത്. കാരണം താനും തൻ്റെ പാർട്ടിയും അംബേദ്കറുടെ കാര്യത്തിൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസ്സാണ് അംബേദ്കർ വിരോധി, കോൺഗ്രസ്സാണ് ബോംബെയിൽ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് സ്മാരകം പണിയുന്നതിന് ആദ്യ പ്രധാനമന്ത്രി നെഹ്റു എതിർത്തു തുടങ്ങി അംബേദ്കറെ കോൺഗ്രസ് എതിർത്ത കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്നത്തെ അമിത്ഷായുടെ പ്രതിരോധം. അതേപോലെ തന്നെ വികാരഭരിതനായിട്ടാണ് അമിത്ഷാ പത്രസമ്മേളനത്തിൽ സംസാരിച്ചത്. താനും തൻ്റെ പാർട്ടിയും അംബേദ്കറുടെ ഓരോ നയങ്ങളും പിന്തുടരുന്ന വ്യക്തികളാണ്. താൻ സ്വപ്നത്തിൽ പോലും ഇത്തരത്തിലൊരു കാര്യം കരുതിയിട്ടില്ല. എന്നാൽ കോൺഗ്രസ് ഇത് വളച്ചൊടിച്ചു. അതുമാത്രമല്ല, തൻ്റെ പ്രസംഗത്തിലെ അടർത്തി മാറ്റിയ ഭാഗങ്ങൾ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തു. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. സഭക്കകത്ത് എന്ത് നടപടികൾ സ്വീകരിക്കണമെന്നുള്ള കാര്യം നാളെ പാർലമെന്റ് സഹകാര്യമന്ത്രിയുമായി സംസാരിച്ച് തീരുമാനിക്കും. സഭയ്ക്ക് പുറത്ത് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അമിത്ഷാ പറയുന്നുണ്ട്. ഏതായാലും അമിത്ഷയെ സംബന്ധിച്ചിടത്തോളം അമിത്ഷയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള നീക്കമാണെന്ന് പത്രസമ്മേളനത്തിലുണ്ടായത്. അമിത്ഷാത്തോടൊപ്പം BJP അഖിലേന്ത്യാ അധ്യക്ഷൻ JP നദ്ദ, കിരൺ റിജു, അതേപോലെ നേരത്തെ നരേന്ദ്രമോദിയും അമിത്ഷായെ പിന്തുണച്ച് വന്നിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ അമിത്ഷാ ഒരു വിശദീകരണം നൽകുക മാത്രമല്ല, കോൺഗ്രസ് തൻ്റെ പ്രസംഗത്തിൽ ഉന്നയിച്ച കാര്യങ്ങളോട് മറുപടി പറയണം. അതിന് പകരം തൻ്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അതുപോലെ പാർട്ടി നേതാക്കളോടും പാർട്ടി അണികളോടും പറഞ്ഞ് തൻ്റെ പ്രധാനപ്പെട്ട പ്രസംഗത്തിൻ്റെ മുഴുവൻ പ്രസംഗവും ഒന്നായിട്ട് പ്രചരിപ്പിക്കണം. അത് ട്വീറ്റ് ചെയ്യണം. കോടാനുകോടി വരുന്ന BJP പ്രവർത്തകർ അത് ട്വീറ്റ് ചെയ്യും. എല്ലാ പ്രസംഗവും തൻ്റെ പ്രസംഗം പൂർണ്ണ രൂപത്തിൽ കേൾക്കണം. എന്നിട്ട് മാത്രമേ തന്നെ കുറ്റക്കാരനോ തൻ്റെ മേൽ ആരോപണം ഉയർത്തുന്നത് തൻ്റെ അംബേദ്കർക്കെതിരെയുള്ള തൻ്റെ പരാമർശങ്ങൾ വളച്ചൊടിച്ചതാണ്, അത് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ്. കോൺഗ്രസ് മുമ്പും ഇത് ചെയ്തിട്ടുണ്ട്. തൻ്റെ പേരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തൻ്റെ പ്രസംഗങ്ങൾ കോൺഗ്രസ്സുകാർ ഇതേപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രസംഗവും തൻ്റെ പാർട്ടിയുടെ നിലപാടും അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, സുവ്യക്തമാണ്. തങ്ങളാണ് അംബേദ്കർക്ക് ഭാരതരത്ന നൽകിയത്.